ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും സ്റ്റോക്ക് പ്രൈസ് ചാർട്ട് നോക്കിയിട്ട് ഇത് വാങ്ങണോ അല്ലെങ്കിൽ വിൽക്കണോ അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണോ ഇതൊന്നും മനസ്സിലാവാതെ നിങ്ങൾ നിന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫുൾ ഡേ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാതെ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇരിക്കും? അപ്പോൾ അതാണ് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സിന് നല്ലപോലെ വർക്ക് ആയിട്ടുള്ള ടോപ്പ് 3 സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇനി എന്തിനാണ് നമ്മൾ വെയിറ്റ് ആക്കുന്നത്? നമുക്ക് പെട്ടെന്ന് അങ്ങ് വീഡിയോ തുടങ്ങിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫുൾ ഡേ ഇരുന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യാതെ ഒരു ഷോർട്ട് ടേം ഗെയിൻ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പം നിങ്ങളിവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ട്രേഡിംഗ് സ്റ്റൈലിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. എന്നാലും നിങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി നമുക്ക് നോക്കാം, അതാണ് സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ ചില ഇൻഡിക്കേറ്റേഴ്സ് ഫ്യൂച്ചറിൽ ഒന്നെങ്കിൽ അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പം ബേസിക്കലി നമ്മളിവിടെ പ്രൈസ് എപ്പം കൂടും എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രൈസ് എപ്പോൾ ഇടിയും എന്നുള്ളത് നമ്മളിവിടെ ഒന്ന് മുൻകൂട്ടി കാണും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടിയ വിലയിൽ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. അപ്പോൾ ഇതാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ ആഴ്ചകളിലേക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് ഇത് ഷോർട്ട് ടേമിലേക്കുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ലോങ് ടേം ട്രേഡർ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയ പിക്ചറിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ ഷോർട്ട് ടേം ഗെയിൻസ് ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പം ട്രേഡേഴ്സ് ഇവിടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിക്കും. എന്നാലും സ്വിംഗ് ട്രേഡിങ്ങിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലും ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ട്രേഡ് സെറ്റപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി പറയാം. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നമ്മൾ ട്രേഡ് ചെയ്യണം, എവിടുന്ന് മാർക്കറ്റിൽ നമ്മൾ എൻട്രി ചെയ്യണം, ഏത് പ്രൈസിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കണം, അതുപോലെ ഏത് പ്രൈസിൽ നമ്മൾ ലോസ് കട്ട് ചെയ്യണം. സോ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ സെൻകോ ഗോൾഡിൻ്റെ പ്രൈസ് ചാർട്ട് കാണാം. ഇപ്പോൾ നവംബർ 2023 മുതൽ ഏപ്രിൽ 2024 വരെ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 328 രൂപ, അതുപോലെ തന്നെ 440 രൂപ എന്ന റേഞ്ചിൽ ഒരു വേവ് പോലെ ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡർ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വില എപ്പോഴൊക്കെ താഴേക്ക് പോയിട്ടുണ്ടോ, അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഒരു 350ൻ്റെ താഴേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡർ സെൻകോ ഗോൾഡ് സ്റ്റോക്സ് വാങ്ങിയിട്ടുണ്ടാവും. കാരണം എന്താണ്? പെട്ടെന്ന് തന്നെ പ്രൈസ് സ്വിംഗ് ബാക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ 435ലേക്കൊക്കെ എത്തുമ്പോഴേക്കും ട്രേഡർ വിൽക്കും. കാരണം ആ ഒരു റേഞ്ചിൽ മാക്സിമം പ്രോഫിറ്റ് എത്തുമ്പോഴേക്കും. സോ ഇതാണ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ ഒരു മെയിൻ ഫംഗ്ഷൻ. അതായത് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതിന് പകരം ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തിനാണ് നമ്മൾ ഈ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പം ഇൻവെസ്റ്റിങ്ങിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ ഷോർട്ട് ടേം പ്രൈസ് മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുവഴി ട്രേഡേഴ്സിന് മാർക്കറ്റ് മൊമെൻറ്റത്തിന് ബെനിഫിറ്റ് ലഭിക്കും. അപ്പോൾ ഇത് ട്രഡീഷണൽ ഇൻവെസ്റ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഇപ്പോൾ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊരു ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഡേ ട്രേഡിംഗ് പോലെ തുടർച്ചയായിട്ട് മാർക്കറ്റ് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. പിന്നെ നമുക്ക് പല മാർക്കറ്റ് അതുപോലെ തന്നെ സെക്ടേഴ്സിൽ നമുക്ക് ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വഴി പൊട്ടൻഷ്യൽ എൻട്രി അതുപോലെ എക്സിറ്റ് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, ഞാനിപ്പോൾ ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ? പക്ഷെ ഞാനിവിടെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനർ അതുപോലെ തന്നെ അഡ്വാൻസ് ട്രേഡേഴ്സ് 2 പേർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്യാൻ ക്ഷമയുള്ള ഒരാളാണോ? അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധയുള്ള ഒരാളാണോ നിങ്ങൾ? അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം താല്പര്യപ്പെടുന്ന ഒരാളാണോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? അതുപോലെ തന്നെ ഇപ്പം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചകളിലോ മാർക്കറ്റ് കണ്ടീഷനിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് സ്വിങ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് എന്താണ് ട്രേഡിംഗ്, അതായത് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് നോക്കാവുന്ന ടോപ്പ് 3 സ്ട്രാറ്റജീസ് നമുക്ക് പറയാം. ആദ്യത്തെ ഫിബൊനാച്ചി റിട്രേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ തീരുമാനിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റീവ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിൽ ഏത് പ്രൈസിലാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുന്നത് പ്രിഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എന്താണെന്നാണോ? അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സ്റ്റോക്ക് വലിയൊരു നീക്കം നടത്തി, ഒന്നെങ്കിൽ അത് മുകളിലേക്കാവാം അല്ലെങ്കിൽ താഴേക്കാവാം. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ പുറകോട്ടേക്ക് വരുന്നത് നോർമലാണ്. അപ്പോൾ ഈ ഒരു റിട്രേസ്മെൻറ്റ് അപ്വേർഡ് മൂവ്മെൻറ്റിൽ ഒരു സപ്പോർട്ട് ലെവലിനും അതുപോലെ തന്നെ ഡൗൺവേർഡ് മൂവ്മെൻറ്റിൽ ഒരു റെസിസ്റ്റൻസ് ലെവലിനും കാരണമാവും.
അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് ചാർട്ടിൽ ബയേഴ്സ് അതുപോലെ സെല്ലേഴ്സ് റീ എൻട്രി ചെയ്യുന്ന ഏരിയ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. JK സിമെൻറ്റ് സ്റ്റോക്ക് പ്രൈസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 2023 മുതൽ മാർച്ച് 2024 വരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് കാണാം. അതിനുശേഷം സ്റ്റോക്ക് പുറകിലേക്ക് വന്നു. എന്നിട്ട് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും മുമ്പ് 0.5 ഫിബൊനാച്ചിയിൽ പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തു. അപ്പോൾ സ്റ്റോക്ക് ഇവിടെ 3052 രൂപയിൽ നിന്ന് 4578 എന്ന പീക്ക് ലെവലിലേക്ക് പോയി. അതായത് ഓൾമോസ്റ്റ് ഒരു 1500 രൂപയുടെ അപ്വേർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പം സ്വിംഗ് ട്രേഡർ പൊട്ടൻഷ്യൽ റിട്രൻസ്മെൻറ്റ് മുൻകൂട്ടി കാണുകയും അതുപോലെ ഫിബൊനാച്ചി റിട്രൻസ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് പോസിബിൾ സപ്പോർട്ട് സോൺ ഐഡൻറ്റിഫൈ ചെയ്യാം. 23.6% റിട്രൻസ്മെൻറ്റ് 4218.22 രൂപ, 38.2% റിട്രൻസ്മെൻറ്റ് 3955.44 രൂപ, 50% റിട്രൻസ്മെൻറ്റ് 3815.39 രൂപ, 61.8% റിട്രൻസ്മെൻറ്റ് 3653.33 രൂപ, 78.6% റിട്രൻസ്മെൻറ്റ് 3378.98 രൂപ. ഇനിയിപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഫിബൊനാച്ചി റിട്രൻസ്മെൻറ്റ് മെത്തഡോളജി ഉപയോഗിക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങളൊരു ട്രെൻഡിൽ ഹൈ അതുപോലെ ലോ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് അപ്വേർഡ് ആവാം അല്ലെങ്കിൽ ഡൗൺവേർഡ് ആവാം. അടുത്ത് നിങ്ങൾ ഫിബൊനാച്ചി റിട്രൻസ്മെൻറ്റ് ലെവൽ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ചാർട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഹൈ അതുപോലെ ലോ പോയിന്റ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഫിബൊനാച്ചി റിട്രൻസ്മെൻറ്റ് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവൽ ഫിബൊനാച്ചി സീക്വൻസിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ 23.6%, 38.2%, 50%, 61.8%, അതുപോലെ 100% ലെവൽസ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ പൊട്ടൻഷ്യൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നോക്കുക. അപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ് റിട്രേസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനുള്ള സ്കോപ്പ് നോക്കുക. അടുത്ത് നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഇനി നിങ്ങളുടെ അനാലിസിസ് അനുസരിച്ച് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന പ്രൈസ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് ട്രേഡേഴ്സ് എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന പോയിന്റാണ് കാണിക്കുന്നത്. സോ ഇതാണ് ഫിബൊനാച്ചി റിട്രൻസ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ട്രെൻഡ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് ബിഗിനേഴ്സിന് സിമ്പിളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാർക്കറ്റിലെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മാർക്കറ്റിലെ നിലവിലെ മൊമെൻറ്റത്തിൽ നിന്ന് പ്രോഫിറ്റ് നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ എങ്ങനെയാണ് ട്രേഡേഴ്സ് ട്രെൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇപ്പം ടെക്നിക്കൽ അനാലിസിസ് ലൈക്ക് ഇപ്പോൾ മൂവിങ് ആവറേജ്, ട്രെൻഡ് ലൈൻസ്, മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഡൗ തിയറി ഒക്കെ ഉപയോഗിച്ചിട്ട് ട്രെൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ്സിൽ പാറ്റേൺസ് നോക്കും, റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് ലെവൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പം ട്രെൻഡ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ട്രേഡേഴ്സ് ട്രേഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ട്രെൻഡ്സ് ഉണ്ട്. അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, അതുപോലെ സൈഡ് വേ ട്രെൻഡ്സ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ കൂടുമ്പോൾ അല്ലെങ്കിൽ അപ്വേർഡ് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എങ്ങനെയാണ് ഇതെന്നുള്ളത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. നമ്മളിപ്പം പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല എന്നുള്ളത് എടുത്ത് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളിനായിട്ട് കാവേരി സീഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മെയ് മുതൽ സെപ്റ്റംബർ 2024 വരെ ഒരു എവിഡൻറ്റ് അപ്പ് ട്രെൻഡ് കാണാം. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനിയിപ്പം ഡൗൺ ട്രെൻഡിൽ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇമാമി ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഒക്ടോബർ 2024 മുതൽ ഇമാമി ഒരു ഡൗൺ ട്രെൻഡ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം എന്താണ് ഈ സൈഡ് വേ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ സൈഡ് വേ മാർക്കറ്റിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ അസറ്റിൻ്റെ പ്രൈസ് ഒരു നാരോ റേഞ്ചിനുള്ളിൽ മൂവ് ചെയ്യും. അപ്പോൾ ഒരുപാട് മുകളിലേക്കും പോകില്ല, ഒരുപാട് താഴേക്കും പോകില്ല. അതായത് ബയേഴ്സ് അതുപോലെ സെല്ലേഴ്സ് തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ മാത്രം രണ്ട് സൈഡും സ്ട്രോങ് അല്ല. അപ്പോൾ അതോടെ മാർക്കറ്റ് സൈഡ് വേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ജുപ്പിറ്റർ വാഗൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2023 മുതൽ ജാനുവരി 2024 വരെ സ്റ്റോക്ക് പ്രൈസ് ഫ്ലാറ്റ് ആയിരുന്നു. അതുപോലെ സൈഡ് വേ മൂവ് ചെയ്യുമായിരുന്നു. സോ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിൽ സ്റ്റോക്കിൻ്റെ ആവറേജ് പ്രൈസ് മെഷർ ചെയ്യാം. അപ്പോൾ സിമ്പിൾ മൂവിങ് ആവറേജ് ഉപയോഗിക്കുമ്പോൾ കറണ്ട് പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളത് ട്രേഡേഴ്സ് വാച്ച് ചെയ്യും. ഇപ്പോൾ മൂവിങ് ആവറേജിന് മുകളിൽ പ്രൈസ് സ്റ്റേ ചെയ്യുവാണെങ്കിൽ പൊതുവെ ഇതൊരു അപ് ട്രെൻഡ് സിഗ്നൽ ചെയ്യുന്നത്, അതായത് മാർക്കറ്റിന് മുകളിലേക്ക് മൂവ് ചെയ്യാമെന്നാണ് ഇത് കാണിക്കുന്നത്. അതേസമയത്ത് പ്രൈസ് മൂവിങ് ആവറേജിന് താഴെയാണെങ്കിൽ അത് മിക്കപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിൻ്റെ സൈനാണ്, അതായത് മാർക്കറ്റ് ഇടിയും എന്നാണ് അത് കാണിക്കുന്നത്. ഞാൻ ഗോൾഡൻ ക്രോസിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ട്രേഡേഴ്സ് പൊതുവെ ഈ ഒരു ഗോൾഡൻ ക്രോസ് നോക്കും. അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ഇപ്പോൾ പറയുകയാണെങ്കിൽ 50 ഡേയ്സ്, ലോങ് ടേം മൂവിങ് ആവറേജ് ഇപ്പോൾ പറയുകയാണെങ്കിൽ 200 ഡേയ്സിന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്രോസ് ഓവർ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ റീസെൻറ്റ് പ്രൈസ് പൊതുവെ ഉള്ളതിനേക്കാളും പെട്ടെന്ന് കൂടുവാണെന്നാണ്. അതുപോലെ ഇതൊരു പുതിയൊരു അപ്വേർഡ് ട്രെൻഡിൻ്റെയും തുടക്കമാവാം. അപ്പം ട്രേഡേഴ്സ് മിക്കപ്പോഴും ഇതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അത് അവർ കാണുന്നത്. ഇനി അടുത്ത ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ ഉപയോഗിക്കുന്ന വഴി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോസ് കണക്ട് ചെയ്യും. അപ്പം അപ് ട്രെൻഡ് ലൈന് അപ്വേർഡ് സ്ലോപ്പ് ചെയ്യും.
അപ്പോൾ ചാർട്ടിൽ ഇപ്പം രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലോ പോയിന്റ്സ് ലിങ്ക് ചെയ്തിട്ടാണ് ട്രേഡേഴ്സ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ അപ്വേർഡ് മൂവ് ചെയ്യുവാണെങ്കിൽ സെക്കൻഡ് ലോ ആദ്യത്തിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ കുറഞ്ഞത് ഒരു 3 പോയിന്റെങ്കിലും കണക്ട് ചെയ്താലേ നമുക്ക് ഈ ട്രെൻഡ് വാലിഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ അപ് ട്രെൻഡ് സ്ട്രോങ് ആണെന്നും അതുപോലെ തന്നെ നമുക്ക് റിലയബിൾ ആണെന്നൊക്കെ നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്ന ചാർട്ടിൽ ഇപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹൈ പോയിന്റ്സ് കണക്ട് ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ താഴേക്ക് ലൈൻ സ്ലോപ്പ് ചെയ്യാനായിട്ട് സെക്കൻഡ് ഹൈ ഫസ്റ്റിനേക്കാളും ലോ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ഉറപ്പിക്കാനായിട്ട് കുറഞ്ഞൊരു 3 പോയിന്റ്സ് എങ്കിലും ലൈൻ ടച്ച് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു വാലിഡ് ട്രെൻഡ് ലൈൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ചെക്ക് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത്. അപ്പോൾ V2 റീറ്റെയിൽ ലിമിറ്റഡിൻ്റെ പ്രൈസ് ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 2024 മുതൽ ഒക്ടോബർ 2024 വരെ ഈ ഒരു മാസങ്ങളിൽ V2 ലിമിറ്റഡ് ഒരു സ്ട്രോങ് അപ്വേർഡ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അപ് ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് ഈ ഒരു പീരീഡിൽ ഹയർ ലോസ് ട്രേഡേഴ്സ് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5th ജൂണിൽ 475.92 എന്ന ലോ, അതിനുശേഷം 11th ജൂലൈയിൽ 709.74, അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 24th ജൂലൈയിൽ 767.04, പിന്നെ 8th ഓഗസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 772.49, ലാസ്റ്റ് വൺ 12th സെപ്റ്റംബറിൽ 1030.66. ഇപ്പം ഈ എല്ലാ ലൈനും കൂടി നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ് ട്രെൻഡ് ലൈൻ കിട്ടും. അടുത്ത ട്രെൻഡ് മൊമെൻറ്റും ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ട്രേഡേഴ്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നതും അതുപോലെ എക്സിറ്റ് ചെയ്യുന്നതെന്നൊക്കെ? അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ? അപ്പോൾ ഇവിടെയാണ് മൊമെൻറ്റം ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് പ്രൈസ് ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത്. അതുപോലെ എപ്പോൾ എൻട്രി ചെയ്യണം അതുപോലെ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ സിഗ്നൽ തരുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI ആണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ റീസെൻറ്റ് പ്രൈസ് ചേഞ്ചിൻ്റെ സ്പീഡ് അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ RSI നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പം 0 അതുപോലെ 100ൻ്റെ ഇടയ്ക്ക് മൂവ് ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ഓവർബോട്ട് അല്ലെങ്കിൽ ഓവർസോൾഡ് കണ്ടീഷൻ മനസ്സിലാക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആണ്. ഇപ്പം 70ന് മുകളിലാണെങ്കിൽ സ്റ്റോക്ക് ഓവർബോട്ട് ആയിരിക്കും. ഇനിയിപ്പം 30ന് താഴെയാണെങ്കിൽ ഓവർസോൾഡ് ആയിരിക്കും. ഇനി MACD മൂവിങ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ്. അപ്പോൾ MACD എന്ന് പറഞ്ഞാൽ ഒരു മൊമെൻ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഇത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2 മൂവിങ് ആവറേജ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു മൊമെൻ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഇതിൽ 2 ലൈൻ ഉണ്ട്, MACD ലൈൻ അതുപോലെ സിഗ്നൽ ലൈൻ. ഇപ്പോൾ MACD ലൈൻ സിഗ്നൽ ലൈനിന് മുകളിൽ ക്രോസ് ചെയ്യുമ്പോൾ അതൊരു ബുള്ളിഷ് ട്രെൻഡാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ താഴെ ക്രോസ് ചെയ്യുമ്പോൾ അതൊരു ബെയറിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇനി അടുത്ത് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ ഒരു സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് പ്രൈസ് അതിൻ്റെ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഇൻഡിക്കേറ്റർ ആണിത്. അപ്പോൾ ഇത് 0 അതുപോലെ 100ൻ്റെ ഇടയ്ക്ക് മൂവ് ചെയ്യും. അപ്പം 80ക്ക് എബോവ് റീഡിംഗ് വന്നാൽ ഓവർബോട്ട് എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ 20 ബിലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓവർ സോൾഡ് എന്നാണ്. അപ്പോൾ ഇത് ട്രേഡേഴ്സിന് പൊട്ടൻഷ്യൽ ട്രെൻഡ് റിവേഴ്സൽ സ്പോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇതായിരുന്നു ബിഗിനേഴ്സിനായിട്ടുള്ള സെക്കൻഡ് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇനി അടുത്ത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. അപ്പോൾ റിവേഴ്സൽ ട്രേഡിംഗ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം എന്താണ് റിവേഴ്സൽ എന്നുള്ളത് നോക്കാം. അപ്പോൾ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡ് ടേൺ അറൗണ്ട് ആണ്. അപ്പോൾ റിവേഴ്സൽ ട്രേഡിങ്ങിൽ വരുന്നതാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ചാർട്ടിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡേഴ്സ് ഓവർബോട്ട് അല്ലെങ്കിൽ ഓവർസോൾഡ് കണ്ടീഷൻ്റെ സൈൻസ് നോക്കും. അപ്പോൾ പ്രൈസ് അതിൽ മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് തമ്മിലുള്ള ഡൈവേർജൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നതെല്ലാം ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സിനുള്ള ക്ലൂ ആണ്. അപ്പോൾ ഒരു പോസിബിൾ ട്രെൻഡ് റിവേഴ്സൽ സ്പോട്ട് ചെയ്യാനായിട്ട് ട്രേഡേഴ്സ് മിക്കപ്പോഴും ടെക്നിക്കൽ അനാലിസിസിൽ ആശ്രയിക്കും. ലൈക്ക് ഇപ്പോൾ ചാർട്ട് പാറ്റേൺസ്, ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. ഇപ്പോൾ ഒരു റിവേഴ്സൽ സൈൻ വന്നാൽ ന്യൂ ഡയറക്ഷനിൽ ട്രേഡേഴ്സ് ട്രേഡ് എടുക്കും. അതായത് ആ ഒരു ഡയറക്ഷനിൽ പ്രൈസ് ഫോളോ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് അത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് ആയിട്ട് സെയിം അല്ലേ എന്നുള്ളൊരു കാര്യം. പക്ഷേ ടെക്നിക്കലി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അല്ല. അപ്പോൾ ഒരു ഡോമിനൻറ്റ് മാർക്കറ്റ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രെൻഡ് ട്രേഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ റിവേഴ്സൽ ട്രേഡിങ്ങിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മാർക്കറ്റ് ഡയറക്ഷനിൽ മാറ്റി വരുമ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റ് ഇടിയുവാണ്, എന്നിട്ടൊരു ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സൽ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ട്രേഡേഴ്സ് ലോങ് പൊസിഷനിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു സിഗ്നൽ ആയിട്ട് ഇത് കാണാം. അപ്പോൾ ഒരു അപ് ട്രെൻഡിലേക്കുള്ള മാറ്റം പ്രതീക്ഷിച്ചിട്ട്. സോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ട്രേഡേഴ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ട്രെൻഡ് എപ്പോൾ റിവേഴ്സ് ചെയ്യുമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ കുറച്ച് കോമൺ മെത്തേഡ്സ് പറയാം. ആദ്യത്തെ പ്രൈസ് ആക്ഷൻ. ഇപ്പോൾ ചാർട്ടിൽ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. ഇപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസിന് മുകളിൽ അല്ലെങ്കിൽ സപ്പോർട്ടിന് താഴെ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ഒരു ഹൈ വോളിയത്തോടെ സംഭവിക്കുകയാണെങ്കിൽ അത് മിക്കപ്പോഴും ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സലിൻ്റെ സൈനാണ്. ഇപ്പം കുറച്ച് നാളത്തേക്ക് ഒരു സ്റ്റോക്ക് ഒരു സർട്ടൺ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ലെവൽ അതുപോലെ റെസിസ്റ്റൻസ് ലെവലിൻ്റെ ഇടയ്ക്ക് പ്രൈസ് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും.
അതായത് ഇവിടെ സപ്പോർട്ട് ലെവൽ ലോവർ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ സീലിംഗ് അല്ലെങ്കിൽ ഒരു അപ്പർ ബൗണ്ടറി ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഹൈ ട്രേഡിംഗ് വോളിയം കാരണം പെട്ടെന്ന് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലിന് താഴെ പോവുകയാണെങ്കിൽ അത് മാർക്കറ്റ് സെന്റിമെന്റ്സിൽ ഒരു മാറ്റമാണ് കാണിക്കുന്നത്. കാരണം ഹൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് അതുപോലെ ട്രേഡേഴ്സിന് സ്ട്രോങ് പാർട്ടിസിപ്പേഷൻ ആണത്. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ടിന് ഒരു ക്രെഡിബിലിറ്റി ആഡ് ചെയ്യും. ഇപ്പം റെസിസ്റ്റൻസിന് മുകളിൽ പ്രൈസ് ബ്രേക്ക് ചെയ്താൽ അതിൻ്റെ അർത്ഥം ബയേഴ്സ് കൺട്രോൾ ഏറ്റെടുത്തു എന്നാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഇപ്പോൾ ഒരു പുതിയ അപ്വേർഡ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മുന്നത്തെ ഡൗൺവേർഡ് അല്ലെങ്കിൽ സൈഡ് വേ ട്രെൻഡ് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഹൈ വോളിയം കാരണം പ്രൈസ് ഇപ്പോൾ സപ്പോർട്ടും താഴെ പോയാൽ അത് കാണിക്കുന്നത് സെല്ലേഴ്സ് ഇപ്പോൾ ഡോമിനൻ്റ് ആണെന്നാണ്. അതുപോലെ തന്നെ ഒരു ഡൗൺവേർഡ് റിവേഴ്സിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വില എപ്പോൾ മാറും എന്നറിയാനായിട്ട് നമുക്ക് സ്റ്റോക്ക് വാച്ച് ചെയ്യുന്ന പോലെയാണിത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 2024 മുതൽ ഡിസംബർ 2024 വരെ കോൺകോർഡ് ബയോടെക്കിൻ്റെ പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഒരുപാട് തവണ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ഇത് കാണിക്കുന്നുണ്ട്. ഇനി കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, അപ്പോൾ ഹാമ്പർ അതുപോലെ ഡോജ് പോലത്തെ വിഷ്വൽ പാറ്റേൺസിന് ട്രെൻഡിലെ മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡിൽ ബോട്ടം ഉള്ള ഹാമ്പർ ഒരു ബുള്ളിഷ് റിവേഴ്സിലാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊഫോച്ച് ലിമിറ്റഡിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ 26 ഒക്ടോബർ 2023 ഹാമ്പർ പോലത്തെ ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഇവിടെ സ്റ്റോക്ക് 4880 ഓപ്പൺ ആയിട്ട് 4856.55 കുറഞ്ഞു. എന്നിട്ട് 4904.4 റീബൗണ്ട് ചെയ്തു, ഏകദേശം ഓപ്പണിംഗ് പ്രൈസിന്റെ അടുത്ത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ കാണിക്കുന്നത് തുടക്കത്തിൽ സെല്ലേഴ്സ് മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇത് പ്രൈസ് താഴേക്ക് പുഷ് ചെയ്തു, എന്നാൽ ഇവിടെ ബയേഴ്സ് സ്റ്റെപ്പിൻ ചെയ്തിട്ട് കൺട്രോൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും ഉയരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ്. ഇനി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ മൊമെന്റം ഷിഫ്റ്റ് സ്പോട്ട് ചെയ്യാനായിട്ട് RSI, MACD അതുപോലെ സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റേഴ്സ് പോലത്തെ ടൂൾസ് സഹായിക്കും. അപ്പോൾ മിക്കപ്പോഴും പ്രൈസ് ആക്ഷനൊപ്പം ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യും കൺഫർമേഷൻ ആയിട്ട്. ഇപ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ കണ്ടതുപോലെ റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഇനി വോളിയം അനാലിസിസ്, അപ്പോൾ മെയിൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൻ്റെ അടുത്ത് ട്രേഡിംഗ് വോളിയം കൂടുന്നത്. അപ്പോൾ സ്ട്രോങ് ബൈങ് ഓർ സെല്ലിംഗ് ഇൻട്രസ്റ്റ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ റിവേഴ്സൽ ഹോൾഡ് ചെയ്യുമോ എന്ന് അറിയാനായിട്ട് ഇത് സഹായിക്കും. സോ ഇതായിരുന്നു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഇത് നമ്മൾ ബിഗിനേഴ്സിനായിട്ടുള്ള ടോപ്പ് 3 സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പം സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ റിസ്ക്കിയാണ്. നിങ്ങളിപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുമ്പോൾ ഓവർനൈറ്റ് റിസ്കിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു ട്രേഡിംഗ് മെത്തഡോളജിയാണിത്. അപ്പോൾ പൊതുവേ കുറച്ച് മാസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചത്തേക്കോ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ലോങ് ടേം ട്രെൻഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഷോർട്ട് ടേം ട്രെൻഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ഈ ഒരു ടോപ്പ് 3 ബിഗിനർ ഫ്രണ്ട്ലി സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും കെയർഫുൾ ആയിരിക്കണം. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ഈ 3 സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്, അത് നിങ്ങൾക്ക് താഴെ കമൻസിൽ നമ്മളോട് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പം എപ്പോഴും നിങ്ങളിവിടെ ഓർക്കുക, പേഷ്യൻസ്, പ്രാക്ടീസ് അതുപോലെ ഡിസിപ്ലിനാണ് ഒരു സക്സസ്ഫുൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ ഒരു മെയിൻ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച സ്റ്റോക്സ് എല്ലാം എക്സാമ്പിൾസ് മാത്രമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കണം. അപ്പം സെക്യൂരിറ്റീസ് അതുപോലെ ഡെറിവേറ്റീവ്സിലൊക്കെ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇവിടെ പണം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഹൈ റിസ്ക് പ്രൊഡക്ട്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗ്രോ ഒരിക്കലും ഇൻഡിവിജ്വൽ സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വ്യൂവേഴ്സിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.